ഹൈക്കോടതി ഇത്തരം സ്വാഭാവിക മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയുടെ കേസിൽ അയാൾക്ക് ജാമ്യം നൽകി എങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് അതിൻ്റെ ജഡ്ജിമെൻ്റ് വായിക്കാതെ തന്നെ ഒരു അഭിഭാഷകൻ മനസ്സിലാക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് പാഴൂർ പടിപ്പുര വരെ പോകേണ്ട ഒരു കാര്യവും ഈ അഭിഭാഷകന് ഇല്ലായിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകനാണോ എന്ന കാര്യം എനിക്കറിയില്ല. ഏതിനും ഹൈക്കോടതി മുമ്പാകെ സർക്കാരിന് വേണ്ടി പത്മരാജന്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് അദ്ദേഹമായിരുന്നു ഹാജരായിരുന്നത് എങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആദ്യമായി ചെയ്യുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രീത്പാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന കേസിലെ ജഡ്ജ്മെൻറ്റ് ഒരു പ്രസിഡൻ്റായി ഹൈക്കോടതിയെ കാണിക്കുമായിരുന്നു. അതുതന്നെയാണ് ഈ കേസിൽ ഹൈക്കോടതി മുമ്പാകെ നടന്നത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സറീന ജോർജ് ആ ഉത്തരവാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആ വിധിന്യായത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. Unless the trial court's findings are palpably perverse, the appellate court should not suspend the sentence in cases of grave sexual abuse involving minors എന്നാണ്. ഇവിടെ പാൽപ്പബിൾ എന്ന് പറയുന്നത് സുവ്യക്തമായത് എന്നാണ്. അതുപോലെ നിയമപരമായി പെർവേഴ്സ് എന്ന് പറയുന്നത് തെളിവുകൾക്കും യുക്തിക്കും വിരുദ്ധമായ ഒരു കണ്ടെത്തൽ എന്നാണ്. അപ്പോൾ കീഴ്ക്കോടതിയുടെ ഉത്തരവ് യുക്തിക്കും തെളിവുകൾക്കും വിരുദ്ധമായ ഒന്നാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ അപ്പീൽ കോടതി ഇത്തരം കേസുകളിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാൻ പാടുള്ളൂ, അയാളുടെ ശിക്ഷ മരവിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പോക്സോ കേസാണ്. ഇതിലെ അതിജീവിത ഒരു മൈനറാണ്. പ്രതിയായിരുന്ന പത്മരാജന് ട്രയൽ കോടതി വിധിച്ചത് സ്വാഭാവിക മരണം വരെയുള്ള തടവ് ശിക്ഷയാണ്, ജീവപര്യന്തം ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് നിലനിൽക്കെ, അക്കാര്യം ഈ ഉത്തരവിൽ പറയുന്നുമുണ്ട്, നിലനിൽക്കെ ജാമ്യം അനുവദിച്ചു എങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്തു എങ്കിൽ അതിൻ്റെ കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഈ ട്രയൽ കോടതിയുടെ ഉത്തരവ് തെളിവിനും യുക്തിക്കും വിരുദ്ധമായ ഒന്നാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ എന്നാണ് എനിക്ക് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിക്കാനുള്ളത്.